പക്ഷേ സീറോ അവറിന്റെ പ്രധാനപ്പെട്ട നീക്കം അത് അടിയന്തര പ്രമേയമാണ്. ഇന്നത് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരുന്നത് ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട സംഭവമാണ്. തലശ്ശേരിയിൽ ബോംബ് പൊട്ടി ഒരു വൃദ്ധൻ മരിച്ച സംഭവം അത് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുകയാണ്. നമുക്കറിയാം കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഈ ബോംബും ആയുധ നിർമ്മാണവും ഒക്കെ മുൻപും പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇതുണ്ടാകുമ്പോൾ ഈ സംഭവത്തിൽ യാതൊരു പങ്കുമില്ലാത്ത ഒരു വൃദ്ധൻ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ നിന്നും ശേഖരിച്ച് അവിടെ കണ്ടെത്തിയ ഒരു ബോംബ് അത് പരിശോധിക്കുന്നതിനിടയിൽ അത് പൊട്ടിത്തെറിച്ചാണ് വൃദ്ധൻ്റെ മരണം സംഭവിച്ചത്. അത് വലിയ രാഷ്ട്രീയ വിവാദമായിട്ടാണ് പ്രതിപക്ഷം സഭയിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ നൽകുന്ന മറുപടി അടക്കം പ്രസക്തമാണ്. മുഖ്യമന്ത്രി തന്നെയാവണം വിഷയത്തിൽ മറുപടി നൽകുക. നമുക്ക് വി അരുൺ, പ്രതിപക്ഷത്ത് നിന്നും ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് ആരാണ്? ഒപ്പം സഭയിൽ മറുപടി നൽകുക മുഖ്യമന്ത്രി തന്നെയായിരിക്കുമോ? സജീവ് ജോസഫാണ് പ്രതിപക്ഷത്ത് നിന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി നോട്ടീസ് നൽകിയത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ നോട്ടീസിന് മറുപടി പറയുകയാണ്. ഇന്നലെ നടന്ന സംഭവം ദൗർഭാഗ്യകരമായ സംഭവമെന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുന്നത്. നേരത്തെ പാനൂരിൽ ഇത്തരത്തിൽ ബോംബ് സ്ഫോടനമുണ്ടായപ്പോൾ ശക്തമായ നടപടി സർക്കാർ സ്വീകരിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല, വ്യാപക പരിശോധന ഈ പ്രദേശത്ത് തുടരുന്നുവെന്ന് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയുന്നു. ഇത്തരം സംഭവങ്ങൾ ബോധപൂർവമാണോ എന്ന് പരിശോധിക്കേണ്ടത് വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കും. നമുക്കറിയാം കണ്ണൂരിൽ എക്കാലത്തും വലിയ വാർത്താ പ്രാധാന്യമുള്ളതാണ് അവിടുത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളും അതുമായി ബന്ധപ്പെട്ട ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ. ഇന്നലെ തികച്ചും ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ പെടപ്പെടാത്ത ഒരു വൃദ്ധൻ അദ്ദേഹത്തിന് ആണ് ഒരു ദാരുണ സംഭവം ഉണ്ടായത്. ആ വിഷയമാണ് സഭ ഇന്ന് അടിയന്തര പ്രമേയമായി സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്നത്. ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം സഭയിൽ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ശേഷം സജീവ് ജോസഫ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച് സംസാരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം ബോംബ് രാഷ്ട്രീയത്തിനെതിരെ വലിയ പ്രതിഷേധമുയർത്താനാണ് തീരുമാനം. സജീവ് ജോസഫിന്റെ അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി മറുപടിയിലും പ്രതിപക്ഷം തൃപ്തരല്ല. പാനൂരിലുണ്ടായ അടുത്തിടെ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ 15 പേരെയും അറസ്റ്റ് ചെയ്തുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണവും മറ്റും തടയുന്നതിന് ശക്തമായ നടപടികളാണ് പോലീസ് നടത്തിവരുന്നത്. പരിശോധനയും തുടരുന്നു. ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും അന്തിക നിർമ്മാണവും ശേഖരവും തടയുന്നതിന് കോറി ഉൾപ്പെടെ സ്ഥലങ്ങൾ നിരന്തരം റെയ്ഡുകൾ നടത്തിയിരുന്നു. ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയെ ഉൾപ്പെടുത്തി വ്യാപകമായ വാഹന പരിശോധനകളും പോലീസ് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു പ്രവൃത്തിയും തടയുന്നതിന് ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. വെടിമരുന്നുകളും സ്ഫോടക സാമഗ്രികളും ദുരുപയോഗം ചെയ്താണ് ബോംബ് നിർമ്മാണം നടത്തുന്നത്. ഇവർക്കെതിരെ മുഖം നോക്കാൻ നടപടിയെടുക്കും. ഇത്തരം സംഭവങ്ങൾ അമർച്ച ചെയ്യാൻ ശക്തമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ചില മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് പരിശോധനകൾ കൂടുതൽ ഊർജിതമാക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് സജീവ് ജോസഫ് സംസാരിക്കുന്നത്. ഇന്ത്യയും അങ്ങയുടെയും ജില്ലയാണ് കണ്ണൂർ. അവിടെ ഇത്ര സംഭവം ഉണ്ടാകുന്നത് തികച്ചും ദൗർഭാഗ്യകരമെന്ന് സജീവ് ജോസഫ് പറയുന്നു. തെളിവുകൾ നശിപ്പിച്ച ശേഷമാണ് പലപ്പോഴും പോലീസ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. പോലീസ് തന്നെയാണ് ഇതിന് ഒത്താശ ചെയ്യുന്നത് എന്ന ആരോപണമാണ് സണ്ണി ജോസഫ് ഉന്നയിക്കുന്നത്. അതാണ് സാഹചര്യം. ഇതിൽ എന്തായാലും വലിയ നടപടിയെടുക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. നിർഭാഗ്യകരമായ സംഭവമാണ്. ഇതിൽ തലശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരികയാണ്. പാനൂരിൽ ഈയിടെ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തി കുറ്റക്കാരായ 15 പേരെയും അറസ്റ്റ് ചെയ്തു എന്നതടക്കമുള്ള നിലപാടുകളാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. അതായത് മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ നടപടി എടുത്തിട്ടുണ്ട് എന്നതാണ് സർക്കാർ വിശദീകരിക്കുന്ന കാര്യം. അരുൺ, ഒരു കാര്യം കൂടി നമുക്കറിയാം. മുമ്പൊരു ബോംബ് സ്ഫോടനത്തിൽ മരിച്ചവരെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിച്ച് അവർക്ക് ശവകുടീരം നിർമ്മിക്കുകയും വലിയ ഉദ്ഘാടനം ഒക്കെ നടന്ന് അതിൽ വിവാദത്തിൽപ്പെട്ട പാർട്ടിയാണ് CPM ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ. അതിനുശേഷം ഇത്തരമൊരു സംഭവം നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഈ സംഭവത്തെ പൂർണ്ണമായും തള്ളിപ്പറയാൻ തയ്യാറാവുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട നീക്കമായി കാണാമോ? കാരണം ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഒപ്പം അതിൽ തുടക്കത്തിൽ തന്നെ ഇത്തരം ചിലയിടങ്ങളിൽ ഇപ്പോഴും ഇത്തരം ശ്രമങ്ങളുണ്ട്, അതിൽ ഇടപെടുമെന്നും ഒക്കെ മുഖ്യമന്ത്രി പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയുടെ ശൈലിയും സർക്കാരിൻ്റെ പ്രവർത്തനവുമൊക്കെ വലിയ വിമർശന വിധേയമാവുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് സഭയിൽ ഈ വിഷയം വരുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ ഇന്നത്തെ സഭയിലെ മറുപടിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു? ഇത്തരം സംഭവങ്ങൾ കണ്ണൂരിൽ ആവർത്തിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നു. ഇത് ഏതെങ്കിലും പാർട്ടിയെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരാണെന്ന കാര്യത്തിൽ നോട്ടീസിൽ ഒരിടത്തും പറയുന്നത്. അതുകൊണ്ടാകാം സ്വാഭാവിക മുഖ്യമന്ത്രി അത്തരം പരാമർശങ്ങൾ കടക്കാത്തത്. ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇനിയും ഉണ്ടാകും. സജീവ് ജോസഫ്
ശ്രീമാൻ സണ്ണി ജോസഫ് നോട്ടീസ് അവതരിപ്പിച്ച ശേഷം വീണ്ടും മുഖ്യമന്ത്രി സംസാരിക്കും. അപ്പോൾ അത്തരം രാഷ്ട്രീയ പരാമർശങ്ങൾക്ക് മറുപടി പറയുമോ എന്ന് കണ്ടറിയണം. ആ തരത്തിൽ രാഷ്ട്രീയ പരാമർശം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഏതായാലും മുഖ്യമന്ത്രി ആദ്യഘട്ട മറുപടിയിൽ പൂർണ്ണമായും അത്തരം സംഭവങ്ങളുണ്ട്. അവിടെ കണ്ണൂർ ജില്ലയിലെ ചില മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. അത് അദ്ദേഹം സമ്മതിക്കുകയാണ്. എങ്ങനെയാണ് ബോംബുണ്ടാക്കുന്നത്? കോറി രാഷ്ട്രീയം പറയുന്നതിൽ പോലും കോറി മേഖലകളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ അവിടുന്ന് ശേഖരിക്കുന്ന സ്ഫോടക വസ്തുക്കളാണ് ഇത്തരത്തിൽ ബോംബുണ്ടാക്കാനും മറ്റും ഉപയോഗിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അത് തടയാൻ സർക്കാർ പോലീസ് സ്വീകരിക്കുന്ന നടപടികളാണ് പ്രധാനമായും മുഖ്യമന്ത്രി ആദ്യഘട്ട മറുപടിയിൽ പറഞ്ഞത്. ഇപ്പോൾ സണ്ണി ജോസഫ് ഇക്കാര്യം പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ ആരോപണം ഉണ്ടാകും. CPM-നെതിരെ അത്തരം സംഭവങ്ങൾ ഉണ്ടാകും. അദ്ദേഹം ആദ്യഘട്ടം പറഞ്ഞു തന്നെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, അവിടെ ബോംബ് കൊണ്ടുപോയി വച്ചതാണ് എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. കണ്ണൂരിൽ പലപ്പോഴും ഇത് ആവർത്തിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. സ്വാഭാവികമായും CPM-ന് മേൽ തന്നെ ഇത്തരം ആരോപണങ്ങൾ നേരത്തെ ഉയർന്നു വന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും CPM പ്രവർത്തകർ ഉൾപ്പെടെ പ്രതികളായ ബോംബ് സ്ഫോടനം പാനൂരിൽ ഉണ്ടായതാണ്. മാത്രമല്ല ഇത്തരത്തിൽ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് പരിക്കേൽക്കുന്ന ആളുകൾക്ക് പൂർണ്ണ സംരക്ഷണവും കൊല്ലപ്പെടുന്നവർക്ക് സ്മാരകവും ഒക്കെ നിർമ്മിക്കാൻ CPM തയ്യാറായിട്ടുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറിയെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ഉദ്ഘാടനം നടത്താൻ തീരുമാനിക്കുകയും വലിയ രാഷ്ട്രീയവാദമായി നിൽക്കുന്ന MP ഗോവിന്ദൻ ആ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയായതാണ്. ഇപ്പോഴും CPM-നെ തന്നെയാണ് സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇത് എന്ന ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൽ നിന്ന് ഉന്നയിക്കുന്നത്. സണ്ണി ജോസഫ് ഉന്നയിക്കുന്നത് പാനൂരിൽ DYFI പ്രവർത്തകർ ഉൾപ്പെടെയാണ് ആ കേസിൽ പ്രതിയായത്. തെരഞ്ഞെടുപ്പ് സമയത്താണ് അത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കാൻ ശേഖരിച്ച ആയുധങ്ങളാണ്, ബോംബ് ഉൾപ്പെടെയുള്ളവയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇപ്പോൾ CPM-നെതിരെ തന്നെയാണ് പ്രതിപക്ഷം ഈ ആരോപണം. ഇന്നലത്തെ വിഷയത്തിന്റെയും ആരോപണം CPM-നെ കേന്ദ്രീകരിക്കുകയാണ് പ്രതിപക്ഷം. അത്തരം നീക്കമാണ് പ്രതിപക്ഷത്ത് സംസാരിക്കുന്ന സണ്ണി ജോസഫ് ഉന്നയിക്കുന്നത്. തലശ്ശേരി സഹകരണ ആശുപത്രി അടക്കം പരിക്കേൽക്കുന്നവരെ ചികിത്സയിൽ കൊണ്ടുപോകുന്നു, രഹസ്യമായി ചികിത്സയിൽ കൊണ്ടുപോകുന്നു. പോലീസിന് വിട്ടുകൊടുക്കുന്നില്ല. ബന്ധുക്കൾക്ക് പോലും അവരെ കാണാൻ കഴിയാത്ത തരത്തിൽ ചികിത്സ, രഹസ്യമായ ചികിത്സ ഉറപ്പാക്കുന്നു. CPM നിയന്ത്രണത്തിലുള്ള തലശ്ശേരി ആശുപത്രിയിലാണ് അത്തരം ചികിത്സ നൽകുന്നത്. ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ പൂർണ്ണമായും സംരക്ഷിക്കുകയാണ്. ആദ്യം തന്നെ തെളിവുകൾ ഇല്ലാതാക്കാനാണ് പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ തെളിവുകൾ ഇല്ലാതാക്കാൻ ശ്രമം. 2015 മുതലുള്ള ചില സംഭവങ്ങൾ ഓർത്തെടുത്താണ് എണ്ണി പറഞ്ഞാണ് സണ്ണി ജോസഫ് ഇക്കാലത്ത് CPM-ന്റെ പങ്കിനെ കുറിച്ച് ചൂണ്ടിക്കാട്ടുന്നത്. നിരന്തരം തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നു. പോലീസ് എത്തുന്നതിന് മുമ്പ് തെളിവുകൾ മറയ്ക്കുന്നു. ആശുപത്രി CPM നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിൽ ചികിത്സ നടത്തുമ്പോൾ സ്വാഭാവികമായും അവിടെ മറ്റാർക്കും പ്രവേശനം ഉണ്ടായിരിക്കില്ല. ബന്ധുക്കളെ കാണാൻ പോലും അനുവദിക്കുന്നില്ല. 2015 കൊല്ലപ്പെട്ട 2 പേരെ രക്തസാക്ഷികളാക്കി പ്രഖ്യാപിച്ച് അവർക്ക് സ്മാരകം നിർമ്മിച്ച കാര്യമാണ് ഇപ്പോൾ സണ്ണി ജോസഫ് സഭയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതിന് ഉദ്ഘാടനത്തിന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ തന്നെയാണ് പോകാനിരുന്നത്. പിന്നീട് വിവാദമായപ്പോൾ അദ്ദേഹം വിട്ടുനിന്നു. തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ സണ്ണി ജോസഫ് ഉന്നയിക്കുന്നത്. ജില്ലാ സെക്രട്ടറി MP ജയരാജൻ പിന്നീട് അത് ഉദ്ഘാടനം ചെയ്ത കാര്യവും അദ്ദേഹം പറയുന്നു. ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി മരിച്ചവർക്ക് സ്മാരകം നിർമ്മിക്കുന്നു, അവർ രക്തസാക്ഷികളെ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ CPM-ആണ് ഇത്തരം ബോംബ് നിർമ്മാണത്തിന്, ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും പ്രതിപക്ഷത്തിന്റെ നീക്കം അതിൽ കൃത്യമായ രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം സർക്കാരിന് CPM-നെ ഇതിൽ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് പ്രതിപക്ഷം. കാരണം തലശ്ശേരിയിലെ ബോംബ് വിഷയത്തിലടക്കം പ്രതിക്കൂട്ടിലാവുന്നത് CPM-ആണ് എന്നതാണ് കോൺഗ്രസ് വാദിക്കുന്നത്. മുമ്പ് പലപ്പോഴും CPM നേതാക്കൾ ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്, ഇത്തരം കേസുകളിൽ പെട്ടിട്ടുള്ള കാര്യം കൂടി പരാമർശിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് സമാനമായ ഒരു സംഭവം ഉണ്ടായത്, അവിടെ രക്തസാക്ഷി പരിവേഷം നൽകി അവർക്ക് ശവകുടീരം നിർമ്മിക്കുക, സ്മാരകമുണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പങ്കെടുത്ത വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കത്തിലേക്ക് അത് പോവുകയാണ്. എന്തായാലും സഭയിലെ കൂടുതൽ നീക്കത്തിലേക്ക് നമുക്ക് വരാം. മുഖ്യമന്ത്രിയുടെ തുടർ മറുപടികൾ ഇക്കാര്യത്തിലുണ്ടാവും, ഒപ്പം പ്രതിപക്ഷ നേതാവിന്റെ മറുപടിയും വരും. നമുക്കതിന് മുമ്പായി